ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് പല്ലാവരം ഫ്രൈഡേ മാർക്കറ്റിലേക്കാണ്. നേരത്തെ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഒഴിവായി പോയിരുന്ന കുറച്ച് ഭാഗങ്ങൾ ചേർത്തിട്ടുള്ള വീഡിയോ ആണിത്. അതും കൂടെ ആ വീഡിയോ കൂടെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. ഇത് ചെന്നൈയിലെ തൃശ്ശൂലം റെയിൽവേ സ്റ്റേഷനാണ് പിന്നിൽ കാണുന്നത്. തൃശ്ശൂലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു 100 മീറ്റർ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പല്ലാവരം മാർക്കറ്റിൽ എത്താൻ കഴിയും. അപ്പോൾ പല്ലാവരം മാർക്കറ്റിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ഈ മാർക്കറ്റിലെത്താറുണ്ട്. അതേപോലെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന മാർക്കറ്റാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ്, വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. ഇത് തൃശ്ശൂലം റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ ട്രാക്കിനും ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിനും ഇടയിൽ ഒരു മെയിൻ റോഡിന് സമാന്തരമായിട്ട് മറ്റൊരു വലിയ റോഡാണ് ഈ മാർക്കറ്റായിട്ട് രൂപം മാറുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം, എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ സാധനങ്ങളും, അതായത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലെ എല്ലാ ഫർണിച്ചറുകൾ, അതുപോലെ നമുക്ക് ആവശ്യമുള്ള, ജീവിതത്തിൽ ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും അവിടെ കിട്ടും. പച്ചക്കറികൾ, പിന്നെ അതേപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങൾ, അതേപോലെ പക്ഷികൾ, ചെടികൾ, പച്ചക്കറികൾ എന്ന് വേണ്ട സർവ്വ സാധനവും മിതമായ വിലയ്ക്ക് ലഭിക്കും. അതാണ് ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ഒരു ആഴ്ചത്തേക്കുള്ള സാധനങ്ങൾ മുഴുവൻ ജനങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റാണ്.
തുണിത്തരങ്ങൾ വിൽക്കുന്ന ധാരാളം ഷോപ്പുകളുണ്ട്. മെയിനായിട്ടുള്ള ഏതാണ്ട് ഒരു 6 മീറ്റർ ഒരു വശത്തുണ്ടാവും, റോഡിൻ്റെ മറ്റൊരു വശത്തും അതേപോലെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു 4 ലൈനായിട്ട് കച്ചവടക്കാർ ഉണ്ടാവും. പിന്നെ ഈ മെയിൻ റോഡിൽ രാവിലെ ഒരു 5-6 മണിക്ക് ഫർണിച്ചറിൻ്റെയൊക്കെ സെയിൽ നടക്കുന്നത് പകൽ സമയം രാവിലെ തന്നെയാണ്. ഒരു ആഫ്റ്റർനൂണിന് മുമ്പായിട്ട് തന്നെ ആ കച്ചവടങ്ങളൊക്കെ ഒരുവിധം കവറാവും. അങ്ങനെയുള്ള അവിടെ ഫർണിച്ചറുകളിൽ പിന്നെ പുതിയ ഹൈ ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതും നമുക്ക് കിട്ടും. അതിനായിട്ടുള്ള ഷോപ്പുകളുണ്ട്. ഇതാ അലങ്കാര മത്സ്യങ്ങൾ കവറുകളിൽ ഓരോരോ ജോഡി ഇട്ടിരിക്കുകയാണ്, അത് വാങ്ങാൻ പറ്റും. ഇത്തരത്തിൽ അലങ്കാര മത്സ്യങ്ങളുടെയും ധാരാളം ഷോപ്പുകളുണ്ട്. ഇത് ചോളമാണ്, പുഴുങ്ങി തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെയുള്ള നമ്മൾ ഇവിടെ എത്തുന്നവർക്കുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കാനുള്ള സൗകര്യവും മാർക്കറ്റിലുണ്ട്. അത്യാവശ്യത്തിനുള്ള കരിമ്പിൻ ജ്യൂസ് അതേപോലെയുള്ള ധാരാളം ഭക്ഷണ സാധനങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കടകളുണ്ട്. തവ, കത്തി, കാരണം റീസണബിളായിട്ടുള്ള റേറ്റാണ്. കാരണം വളരെ മിതമായ വിലയ്ക്കാണ് ഇവിടെ സാധനങ്ങൾ കിട്ടുക. അതാണ് ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് പയറ്, പരിപ്പൊക്കെ പാക്കറ്റുകളിലാക്കി ഒരു 1/4 കിലോ ഉണ്ടാവും, 20 രൂപ പാക്കറ്റ്. അങ്ങനെയാണ് ഈ പയറും പരിപ്പും കടലയും എല്ലാ സാധനവും, എല്ലാ പയറുവർഗ്ഗങ്ങളും നമുക്ക് അങ്ങനെ കിട്ടും. പിന്നെ 1/4 കിലോ, 1/2 കിലോ, 1 കിലോ അങ്ങനെ പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും. ഇത് പയറും പരിപ്പും ഒക്കെ വലിയ വലിയ പാക്കറ്റുകളും ചെറിയ പാക്കറ്റുകളും ഉണ്ട്. പിന്നെ എല്ലാ തരത്തിലുള്ള പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള പാത്രങ്ങൾ കിട്ടും. അതാണ് പറഞ്ഞാൽ ഒരു നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മിതമായ വിലയ്ക്ക് ഈ മാർക്കറ്റിൽ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിലെ ഏറ്റവും വലിയ സെയിൽ നടക്കുന്നതാണ് ഈ പയറുവർഗ്ഗങ്ങൾ. പാക്കറ്റിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിലാക്കി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പയറുവർഗ്ഗങ്ങളുടെ ഭയങ്കരമായ സെയിലാണ് അവിടെ നടക്കുക. കാരണം ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് 20 രൂപ പാക്കറ്റ് മേടിക്കാം, 50 രൂപ പാക്കറ്റ് മേടിക്കാം, അങ്ങനെ ഉള്ള സൗകര്യമുണ്ട്. നമുക്ക് വലിയ ക്വാണ്ടിറ്റി കിലോ കണക്കിനൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇത് നാടൻ ശർക്കര, പനം ശർക്കര, അങ്ങനെ ശർക്കരയുടെ വിവിധ തരത്തിലുള്ള ഐറ്റംസ് അവിടെ കിട്ടും. മലയാളികളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഉണക്കമീനാണ്. ഉണക്കമീൻ വലിയ ഷീറ്റ് വിരിച്ച് നിരത്തിയിട്ടേക്കാണ്. നമുക്ക് ആവശ്യമുള്ളത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുള്ളത് വാങ്ങാൻ പറ്റും. അതേപോലുള്ള ധാരാളം കടകളുണ്ട്. ഒരു കട മാത്രമല്ല, ഒത്തിരി കടകളുണ്ട്. ഇത് ഉണക്കമീൻ്റെ മറ്റൊരു കടയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഉണക്കമീൻ തന്നെയാണ് ഇവിടെ കിട്ടുക, വലിയ വിലയിൽ. ഇത് തൊപ്പികളുടെയും ബെൽറ്റിൻ്റെയും മാത്രമായിട്ടുള്ള ഒരു കടയാണ്. ഇത്തരത്തിലുള്ള ധാരാളം ഷോപ്പുകളുണ്ട്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പയറും പരിപ്പും ഒക്കെ നമുക്ക് വാങ്ങാൻ കഴിയും. തൂക്കി വാങ്ങാൻ കിട്ടും. 1/2 കിലോ 1 കിലോ ഒക്കെ വാങ്ങാം. അതിനു വേണ്ടിയുള്ള പ്രത്യേക ഷോപ്പുകളാണ്.
ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം, ആ റോഡിൽ 3-4 ലൈനായിട്ട് കച്ചവടക്കാരുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തുകൂടെ പോയി വാങ്ങാൻ കഴിയും. ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു വരിയിൽ നിന്ന് അടുത്ത വരിയിലേക്ക് പോകാൻ പറ്റും. പിന്നെ നാടൻ സാധനങ്ങൾ, പച്ചമാങ്ങ, ചക്ക, ഇത് ചെറിയ ചക്കയാണ്, അത് മാങ്ങയാണ്, അങ്ങനെയൊക്കെയുള്ള നാടൻ ഐറ്റംസും ഇവിടെ കിട്ടും. ഇത് വളർത്തുമൃഗങ്ങൾ, കോഴി, വ്യത്യസ്ത ഇനത്തിലുള്ള കോഴിയും, പിന്നെ അതേപോലെ അപൂർവമായിട്ട് ആട് വരും, നായ്ക്കളുണ്ട്, അതേപോലെ മുയൽ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജീവികളുടെ ഒരു ഷോപ്പ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോയിൽ ഇതില്ല, വലിയൊരു കോഴി. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയിൽ ഈ ഭാഗം എടുത്തിട്ടില്ലായിരുന്നു. ഗാർഡൻ സംബന്ധിച്ച് ചെടികളുടെ ആ ഭാഗവും ഈ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഭാഗവും കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും പോയത്. വളരെ തിരക്ക് പിടിച്ചൊരു ഏരിയയാണ്. നമുക്കവിടെ വീഡിയോ എടുക്കാനുള്ള സൗകര്യം പോലും ഇല്ല, അത്രത്തോളം തിരക്കാണ്. 2 ലൈനിലാണ് ഈ കോഴി, പിന്നെ മുയലും നായ്ക്കളും പറവകളും ഒക്കെ ആയിട്ട് വളരെ വിശാലമായ ഒരു ഏരിയ ആണ്. വ്യത്യസ്ത ഇനം കോഴികളാണ്. പോരുകോഴിയാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5 കിലോ തൂക്കം ഉണ്ടാവും. ഇത് അതിനുവേണ്ടിയുള്ള കൂടുകൾ, അതിനുള്ള ഫീഡ്സ്, സർവ്വ സാധനങ്ങളും നമുക്ക് കിട്ടും. പൂച്ച, ശരിക്കും നമുക്ക് കണ്ടു നിൽക്കാൻ തോന്നും, അത്രത്തോളം വ്യത്യസ്തമായ പറവകളാണ്. പല നിറത്തിലും പല വലിപ്പത്തിലുമുള്ള പറവകൾ. നോക്കുക, പ്രാവാണ്, ചാര നിറത്തിലുള്ള പ്രാവ്. ഇതെല്ലാം വ്യത്യസ്ത ഇനം, എല്ലാ ഇനത്തിൽപ്പെട്ട പ്രാവുകളും പറവകളെല്ലാം ഉണ്ട്, ധാരാളം ഉണ്ട് ഷോപ്പുകൾ. കാരണം ഒരു 1.5 കിലോമീറ്റർ നീളത്തിലാണ് ഈ മാർക്കറ്റ്. അതിൽ 4 ലൈൻ, അതിൽ ഓരോരോ ഭാഗത്താണ് ഈ പിന്നെ ഓരോ സാധനങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറി, അതേപോലെ ഈ ഗാർഡൻ ഇപ്പം കണ്ടില്ലേ, പൂന്തോട്ടത്തിലേക്ക് ആവശ്യമുള്ള ചെടികൾ, ഇതൊരു പ്രത്യേക ഭാഗത്താണ്. ഈ പക്ഷികളും മൃഗങ്ങളും കിട്ടുന്ന ഒരു പ്രത്യേക ഭാഗമാണ്. പച്ചക്കറികൾ കിട്ടുന്നത്, മെയിനായിട്ട് പച്ചക്കറികൾ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് മിക്സായിട്ടുണ്ട്, പക്ഷെ എന്നാലും മെയിനായിട്ട് പച്ചക്കറികൾ കിട്ടുന്ന ഒരു ഭാഗമാണ്. വളരെ കാരണം നമ്മൾ കയറിക്കഴിഞ്ഞ് മാർക്കറ്റിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് വരെ എത്താൻ മണിക്കൂറുകൾ എടുക്കും, അത്ര തിരക്കാണ്. ചെടികൾക്കിടാനുള്ള വളം, അതുപോലെ ഗ്രോ ബാഗുകൾ, ചെടിച്ചട്ടികൾ, അതിനടിക്കാനുള്ള മരുന്ന്, അങ്ങനെ ചെടികൾക്ക് ഒരു പൂന്തോട്ടം സംരക്ഷിക്കാനുള്ളതും പരിപാലിക്കാനുള്ളതുമായ സർവ്വ സാധനങ്ങളും ഈ മാർക്കറ്റിൽ നമുക്ക് കിട്ടും. അതും മിതമായ വിലയ്ക്ക് കിട്ടും. കാരണം ഷോപ്പുകളിൽ നിന്നുള്ളതിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്കായിരിക്കും നമുക്കിവിടെ നിന്ന് സാധനങ്ങൾ ലഭിക്കുക. ഈ നമ്മൾ പച്ചക്കറികളുടെ കച്ചവടം നടക്കുന്ന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ധാരാളം ഷോപ്പുകൾ. കാരണം ഉള്ളിയൊക്കെ 4 കിലോ 100 രൂപ, അങ്ങനെ വളരെ ബൾക്ക് ക്വാണ്ടിറ്റി ഇട്ടിട്ട് സെയിൽ ചെയ്യുന്ന കടകൾ, കുറച്ച് വെച്ചിട്ട് സെയിൽ ചെയ്യുന്ന കടകൾ, അങ്ങനെ വ്യത്യസ്തമായ കച്ചവടക്കാരാണ്. അപ്പം നമുക്ക് കാരണം ഏറ്റവും അധികം ആൾക്കാർ പച്ചക്കറികൾക്കായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണിത്. കാരണം ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും, പിന്നെ അടുത്ത വെള്ളിയാഴ്ച വന്നാൽ മതി. അങ്ങനെ നോർത്ത് ഇന്ത്യക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 ചാക്ക് 2 ചാക്കൊക്കെ വാങ്ങിക്കൊണ്ട് പോകും ഒരാഴ്ചത്തേക്ക്. എല്ലാ പച്ചക്കറികളും കിട്ടും, അതും മിതമായ വിലയ്ക്കാണ് കിട്ടുക. വളരെ തിരക്കുള്ള മാർക്കറ്റാണ്. വൈകുന്നേരങ്ങളിൽ ഒരു 8-9 മണി വരെ ഉണ്ട് രാത്രിയിൽ.
ആ സമയമാകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ തീരും. അതാ കരിമ്പിൻ ജ്യൂസാണ്. ഇതേപോലുള്ള ധാരാളം ഷോപ്പുകളുണ്ട്. കാരണം അതിൽ മാർക്കറ്റിലെത്തുന്നവർക്ക് ഒരല്പം ടൈം പാസ്സാണ് ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കുക. അതേപോലെ പായസം കിട്ടും. പരുത്തിപ്പാൽ എന്ന് പറഞ്ഞിട്ട് മധുരയുടെ ഒരു പായസമുണ്ട്. ശരിക്കും നമ്മളുടെ പായസം തന്നെയാണ്, അരിയല്ല അതിൻ്റെ അകത്ത് ഉപയോഗിക്കുക. കാരണം അരച്ച് എടുത്ത പോലെയുള്ള ഒരു രീതിയാണ്. പക്ഷെ ഏലക്കയുടെയൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു നമ്മളുടെ പായസം തന്നെ. പക്ഷെ നമ്മുടെ പായസത്തിൽ പിന്നെ അരിയും തേങ്ങക്കൊത്തും അതും ഇതൊക്കെ കാണും. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ധാരാളം ഷോപ്പുകൾ ഈ മാർക്കറ്റിലുണ്ടാവും. എല്ലാം ബൾക്കായിട്ട് ആ ചക്കയാണ് കൂട്ടിയിട്ട് ചക്ക മുറിച്ച്, പച്ചച്ചക്കയാണ്. ഒരു ചക്ക 600 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 രൂപ 1 കിലോയുടെ റേഞ്ചിൽ വരുമ്പോൾ വലിയൊരു ചക്ക എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 800 രൂപ 900 രൂപയൊക്കെ വരും. നമ്മുടെ നാട്ടിൽ ചക്കയ്ക്ക് ഒരു വിലയില്ല. പക്ഷേ ഇവിടെ 900 രൂപ 800 രൂപ 10 കിലോ ഉള്ള ചക്കയ്ക്ക് 400 രൂപ. അങ്ങനെയാണ് ചക്കയുടെ റേറ്റ്. 4 കിലോ തക്കാളി 50 രൂപയ്ക്കാണ് ഇപ്പോൾ ഇന്നലെ മാർക്കറ്റിലുള്ള വിലയാണ്. ഇത് ചെറിയ ഉരൽ, കല്ലുരലുകൾ, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഭരണി, കുപ്പി ഗ്ലാസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടുന്ന ധാരാളം ഷോപ്പുകളുണ്ട്. ഒരുപാട് ഷോപ്പുകൾ. ഇത് അവിടെ തന്നെ ഈ ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന കടയാണ്. ഭരണികളുടെയും ഗ്ലാസിൻ്റെയും കപ്പുകളുടെയും ഒക്കെ ആയിട്ടുള്ള ഒരു കടയാണ്. വളരെ വ്യത്യസ്തമായ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. കാരണം ഈ മാർക്കറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങാതെ നമുക്ക് പുറത്ത് വരാൻ കഴിയില്ല. അതാണ് ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട സാധനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുക. സർവ്വ നന്മകളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്തേ, വണക്കം.